ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയി ടീച്ചിങ് റിലേറ്റഡ് കാര്യങ്ങൾ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഞാൻ ഇയർ 11ൻ്റെ എക്സാം ഡ്യൂട്ടീസ് ആയിട്ട് ബിസി ആയിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ടൈം കിട്ടിയില്ല വീഡിയോ എടുക്കാനേ. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചായിരുന്നു, ടീച്ചിങ് അസിസ്റ്റൻറ്റ് റിലേറ്റഡ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ വീഡിയോ ആയിട്ട് 1 by 1 ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ സോറി ഫോർ ദ ഡിലേ എനിവേ. പിന്നെ ഫസ്റ്റ് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ടീച്ചിങ് അസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാലുള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ്ലി എന്തായിട്ടാണോ വർക്ക് ചെയ്യുന്നത് അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് കോഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്ത് അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നോട് അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. പിന്നെ ഫുള്ളി സിനാരിയോസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ ക്ലാസ് ടൈമിൽ ഒരു കുട്ടി ഡിസ്ട്രാക്ട് ചെയ്താൽ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആസ് എ ടീച്ചിങ് അസിസ്റ്റൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യും, അങ്ങനെ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവരൊരു പ്രാക്ടിക്കൽ സെക്ഷൻ വിടും. കുറച്ച് പിള്ളേരെ കൂട്ടി വരുത്തിയിട്ട് നമുക്കൊരു ചെറിയൊരു റീഡിങ് സെക്ഷൻ, ചെറിയൊരു റീഡിങ് ടോപ്പിക് എന്തെങ്കിലും തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് അവരെ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ. അതൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് പാർട്ടുകൾ. അപ്പോൾ 3rd റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂവിനകത്ത് അതിനകത്ത് ഹെഡ് ടീച്ചറും എല്ലാവരും മെയിനായിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 പേര് എക്സ്ട്രാ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അന്നേരം ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിനകത്ത് വന്നായിരുന്നു. ഐ മീൻ ADHD, ഓട്ടിസം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ADHD, ഓട്ടിസം മറന്നു കേട്ടോ, ഒരു 1.5 വർഷമായില്ലേ. പിന്നെ ഡിസ്ലെക്സിയ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അതൊക്കെ എന്താണ്, അതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം അതും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ കൂടുതലായിട്ടും അത് ഇടയ്ക്ക് ചോദിക്കണു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഫുള്ളി നമുക്ക് വരുന്നത് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു കുട്ടി ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കുട്ടി ഭയങ്കര അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന കണ്ടാൽ നമ്മൾ എന്താണ് നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ എന്താണ് ചെയ്യണേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ടീച്ചിങ് അസിസ്റ്റൻറ്റ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ സെറ്റ് ഓഫ് സിനാരിയോ ക്വസ്റ്റ്യൻസ് എന്ന് അടിച്ചു കൊടുക്കണം. സിനാരിയോ ക്വസ്റ്റ്യൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, ഞാനൊക്കെ അങ്ങനെയൊക്കെ പഠിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ഐഡിയ അങ്ങനെയും വരാം. പിന്നെ ഓരോ കോളേജും സ്കൂളൊക്കെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കും ക്വസ്റ്റ്യൻസ്. എന്തായാലും സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മെയിൻലി ചോദിക്കാൻ ചാൻസ്. ഓക്കെ, അപ്പോൾ ടീച്ചിങ് അസിസ്റ്റൻറ്റിന് ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വീഡിയോ പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയി ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ട് വാ കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. സീ യു ലേറ്റർ.